എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ പുറത്ത്, സ്പെഷ്യലി ബാംഗ്ലൂരിൽ, എറണാകുളത്തും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. എനിക്കാകെയുള്ള റിക്വസ്റ്റ്, കുട്ടികൾ ഈ വീഡിയോ ഒന്ന് കേൾക്കുക, മനസ്സിലാക്കുക, അതിൽ കൊള്ളാവുന്ന ഭാഗങ്ങൾ എടുക്കുക, മറ്റത് ശ്രദ്ധിക്കാതിരിക്കുക. വളരെ പ്രധാനമായി കേരളത്തിൽ നിന്നും കൂടുതൽ കുട്ടികൾ പോണത് ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. പല കോഴ്സുകൾ, അതിൽ നഴ്സിംഗ്, ലാബ് ടെക്നീഷ്യൻ, അങ്ങനെ പല ബന്ധപ്പെട്ട പല കോഴ്സുകളാണ് അവിടെ തിരഞ്ഞെടുക്കുന്നത്. മോസ്റ്റ്ലി ഇതിൽ 90% പെൺകുട്ടികളാണ്. ആൺപിള്ളേർ IT ആ മേഖലയിലേക്കാണ് കൂടുതൽ നോക്കുക. നമ്മൾ ഈ കുട്ടികളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ പഠിക്കാൻ പോണതിൽ ഭൂരിഭാഗം കുട്ടികളും നിർധന കുടുംബത്തിലുള്ളവരാണ്. മാതാപിതാക്കൾ കൂലിപ്പണി ചെയ്തും ഉള്ള കിടപ്പാടം ബാങ്കിൽ പണയം വെച്ചും ലോൺ എടുത്താണ് ഈ കുട്ടികളെ പഠിക്കാൻ പുറത്തു വിടുന്നത്. ഈ കുട്ടികൾ നല്ലതുപോലെ പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവിയും കുടുംബത്തിൻ്റെ സുരക്ഷിതവും ഉറപ്പാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇതെല്ലാം പേരൻസ് ചെയ്യുന്നു. ഇത് മനസ്സിലാക്കി എല്ലാ കുട്ടികളും അവരുടെ കർത്തവ്യങ്ങളെ നിറവേറ്റാൻ സാധിക്കുന്നില്ല. ഇതിൽ ചില കുട്ടികൾ ഇത് മൊത്തം മറന്ന് അവരെങ്ങാണ്ട് അവരുടെ ജീവിതശൈലിയെല്ലാം മൊത്തം, പ്രത്യേകിച്ച് ബാംഗ്ലൂരിലുള്ള സിറ്റികളിലെ മറ്റേ പിള്ളേരുടെ ഈ ഉടയാടകളും അവരുടെ ജീവിതശൈലിയും അവരുടെ ഈ ഓഡിയോകൾ ലൈഫ് സ്റ്റൈലും ഒക്കെ അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യും. അത് വളരെ ദുഃഖകരമായ കാര്യമാണ്. എനിവേ, എനിക്കതിലോട്ട് ഒത്തിരി ഡീറ്റെയിലേക്ക് പോകണ്ട. ജസ്റ്റ് ഒരു തുടക്കം നമുക്ക് തുടങ്ങാം. മടിവാള എന്ന സ്ഥലമാണ്. ഈ കേരളത്തിലേക്കുള്ള ഒട്ടുമുക്കാൽ ബസ്സുകളും വൈകുന്നേരം 4:30 മണിക്കൊക്കെ സ്റ്റാർട്ടാകും. ഈ സ്ലീപ്പർ ബസ്സുകളുണ്ട്, AC ബസ്സുകളുണ്ട്, പല വാഹനങ്ങളിലായിട്ടും. ഇതിൽ യാത്ര ചെയ്യാൻ പല കുട്ടികളും വരുമ്പോൾ അതിൽ 75% കുട്ടികളും വരുന്നത് ഒരു ബോയ് ഫ്രണ്ടുമായിട്ടായിരിക്കും. അവരുമായിട്ട് വന്ന് ഇവരൊന്ന് ബസ് സ്റ്റേഷനിൽ അവിടെ അപ്പുറത്ത് മാറി നിന്ന് സ്മോക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരെ കാണിക്കുന്ന കലാപരിപാടികൾ. ഇതിൽ ചില കുട്ടികൾ, ചില പെൺകുട്ടികൾ ഒന്നിച്ച് തന്നെ ഈ സ്ലീപ്പർ ബസ്സിൽ അങ്ങോട്ട് യാത്രയാകും. എന്നിട്ട് ഇവർ ഈ രണ്ടുപേരും ഒരിക്കലും ഒരു ഡെസ്റ്റിനേഷനിൽ ഇറങ്ങാറില്ല. അവർ 2-3 മണിക്കൂറിന് മുമ്പേ തന്നെ ആരെങ്കിലും ഒരാൾ ഇറങ്ങും. ഇവർ ഒരു സ്ഥലത്ത് പോണവരല്ല. ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ വീട്ടിൽ നിന്നും വിടുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. നിങ്ങൾ പുറത്തു പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത്തിരി കാണാൻ സൗന്ദര്യമുള്ള കുട്ടികളാണെങ്കിൽ ഒരുപാട് പൂപാലന്മാർ നിങ്ങളെ വളയും. നിങ്ങൾ ആരുമായിട്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഹ്യൂമൻ നേച്ചർ. ആരെങ്കിലും ഒത്തിരി സമയം നിങ്ങളായിട്ട് ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു അറ്റാച്ച്മെൻറ്റ് നോർമലി ആയിപ്പോവും. പക്ഷേ നിങ്ങൾക്ക് എന്തുമാകാം, ഏത് ഫ്രണ്ട്ഷിപ്പ് ആകാം, എന്തുമാകാം, ഒരു കുഴപ്പമില്ല. എന്നാൽ നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലക്ഷ്മണ രേഖ നിങ്ങൾക്കുണ്ടാകണം. ആ ലക്ഷ്മണ രേഖയിൽ കടന്നുള്ള ഒരു പ്രവർത്തനമോ ഒരു ഫ്രണ്ട്ഷിപ്പോ നിങ്ങളിലുണ്ടാകരുത്. നിങ്ങൾക്ക് ആദ്യം വേണ്ടത്, ഇനി ആരെങ്കിലും നിങ്ങളുടെ ഒരു ആൺ സുഹൃത്ത് നിങ്ങളെ വന്ന് അങ്ങേയറ്റം സ്നേഹിച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം ഉണ്ടാവും, ഈവൻ അവർ തന്നെ നിങ്ങളുടെ ചിലവുകൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നവരായിരിക്കാം, എങ്കിൽ തന്നെയും നിങ്ങളൊന്ന് തീരുമാനിക്കേണ്ടത്, നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഇവിടെ ബാംഗ്ലൂരിൽ എത്തിയതിൻ്റെ ഉദ്ദേശം എന്താണ്, എങ്ങനെയാണ് നിങ്ങളുടെ പേരൻസ് നിങ്ങളെ ഇവിടെ വിട്ടത്, അത് കംപ്ലീറ്റ് നിങ്ങൾ സാക്ഷാത്കരിക്കണം. നിങ്ങൾ കോഴ്സും കഴിഞ്ഞ് നല്ല രീതിയിൽ മാർക്കും വാങ്ങിയ ഒരു കോഴ്സും കഴിഞ്ഞ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു പണിക്ക് കയറി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഈ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ മറ്റൊരിടത്ത് ജോലി
കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ജീവിതത്തെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പലരിലും ബന്ധപ്പെട്ടതിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിയും തെറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള നല്ലൊരു സന്ദർഭമായിരിക്കും. നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 6 മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നിങ്ങൾക്ക് ശരിയും തെറ്റും അറിയാൻ പറ്റില്ല. കാരണം ബാംഗ്ലൂർ എന്നുള്ളത് വലിയൊരു സിറ്റിയാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആൺ സുഹൃത്തുക്കൾ നിങ്ങളെ നയിക്കുന്നത് മയക്കുമരുന്നിലേക്കും അല്ലെങ്കിൽ വൈകുന്നേരം 6 മണി കഴിഞ്ഞുള്ള പഫിലേക്കുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പഠിത്തത്തിനൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സമയം കിട്ടില്ല. നിങ്ങൾ മറ്റൊരു ലൈനിലായിപ്പോയും അവസാനം നിങ്ങളുടെ നഗ്ന ചിത്രങ്ങൾ നിങ്ങളുടെ ആൺ സുഹൃത്ത് മൂലം മറ്റു പലരുടെ മൊബൈലിലും പ്രത്യക്ഷപ്പെടും. അവസാനം ആത്മഹത്യ ചെയ്യേണ്ട ലെവലിലാകും. ഒരിക്കലും അങ്ങനെയുള്ളൊരു തെറ്റുകളിലേക്ക് നിങ്ങൾ കടന്നെത്തരുത്. നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ആ ചെറുക്കനോടും നിങ്ങൾക്ക് പറയാം, ദേ നമ്മൾ പരസ്പരം ഇഷ്ടമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ നമുക്ക് സാധൂകരിക്കാം. നിങ്ങളുടെ കോഴ്സും കഴിഞ്ഞ് നല്ലൊരു വർക്കും നിങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞാൽ നിങ്ങളുടേതായ സ്വന്തം ലെഗിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആരും ഉപദ്രവിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം 2 കൂട്ടരും എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ കുടുംബത്തിനും സമൂഹത്തിനൊക്കെ നിങ്ങളൊരു മോഡലായിരിക്കും. അതല്ലാതെ വീട്ടിൽ കഷ്ടപ്പെട്ട് അവരയക്കുന്ന പൈസൻ്റെ കൂടെ ആഡംബര ജീവിതം നയിച്ച് കോഴ്സിനും പോകാതെ എന്തൊക്കെ കാട്ടിക്കൂട്ടി അവസാനം ഒരു സ്ഥലത്ത് എത്താതെ തിരിച്ച് വീട്ടിൽ പോകുന്ന ഒരു സാഹചര്യം ഒരു പെൺകുട്ടികളും പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉണ്ടാക്കരുത്. ആണുങ്ങളെ സംബന്ധിച്ച് കുഴപ്പമില്ല, അവർക്ക് എവിടെ എന്തും പോകാം, അവർക്ക് ഏത് വേഷവും കെട്ടാം. പക്ഷേ സ്ത്രീകളാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് ദയവ് ഇത് കുട്ടികളോട് പറയണോ, നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, ഒരു ജോലി എവിടെയെങ്കിലും ഈവൻ ബാംഗ്ലൂരിൽ എവിടെയെങ്കിലും ഒരു ജോലി എടുക്കുക. അതിൽ നിന്നും കുറച്ച് എക്സ്പീരിയൻസ് എടുത്ത് നിങ്ങൾ പുറം രാജ്യത്ത് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യാനുള്ളൊരു സൗകര്യം കിട്ടും. അതുവരെ നിങ്ങൾക്ക് ഏതെങ്കിലും ആൺ സുഹൃത്തുണ്ടെങ്കിൽ സമാധാനപ്പെടാൻ പറയണം. ആൺ സുഹൃത്തും നിങ്ങളുടെ അതേ ലെവലായിരിക്കണം. അവനും ജോലി ചെയ്യണം, അവനും പഠിക്കണം, അവനും പുറത്തു പോകണം. ദെൻ നിങ്ങളൊരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം നിങ്ങളുടെ ആഗ്രഹത്തിന് അവർ ഒരു തടസ്സവും നിൽക്കില്ല. അവർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അത് ഏത് ജാതിയായിരുന്നാലും. ഇപ്പോഴത്തെ മനുഷ്യൻ്റെ ചിന്താഗതിയൊക്കെ ഒത്തിരി ലോകം മാറിക്കഴിഞ്ഞ്. ഞാൻ ഈ പറയുന്നത് ബാംഗ്ലൂരിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല. ഇപ്പോൾ കൊച്ചി വളരെ മോശമായ ലെവലിൽ പോയിരിക്കുകയാണ്. കൊച്ചി വളരെ ശോചനവും വളരെ മോശമായ രീതിയുമാണ് കൊച്ചിയും. അവിടെ ഓപ്പൺ പഫില്ലെങ്കിലും ഇല്ലാതെ സീക്രട്ട് പഫുകൾ ഇഷ്ടമാതിരിയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളോട് ഉപദേശിക്കുക, ഒരു മോശമായ രീതിയിൽ പെടാതെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നോക്കുക, ഒരു പണിയെടുക്കുക, നിങ്ങൾ സ്വയം നന്നാകുക, കുടുംബത്തിനെയും നല്ല രീതിയിൽ ആക്കാൻ വേണ്ടി ഉള്ള പരിശ്രമം തുടങ്ങുക. രാത്രിയും പകലും കഷ്ടപ്പെടുന്ന മാതാപിതാക്കളൊക്കെ ഒരു കൃഷിപ്പണി ചെയ്യുന്നവരായിരിക്കാം, കൂലിപ്പണി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ അമ്മ വല്ല അടുക്കളപ്പണിക്കും പോയി നിൽക്കുക. അവർ കഷ്ടപ്പെട്ട് കിട്ടുന്ന ആ വേതനം അതൊന്നും 1 രൂപ പോലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതുമല്ല, നിങ്ങൾക്ക് സാമ്പത്തിക കഷ്ടം നിങ്ങൾ ആ കിട്ടുന്നതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. മറിച്ച് ഏതെങ്കിലും ചെറുപ്പക്കാരോടൊപ്പം പോയി അവിടെ പഫിലും പോയിരുന്ന അവൻ തരുന്ന ഈ വടികൾ മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിനെ നശിപ്പിക്കാതിരിക്കുക. ഇത് എല്ലാ നമ്മുടെ പെൺകുട്ടികളും ആലോചിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. നിങ്ങൾ വീട്ടിൻ്റെ പുറത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് എന്ത് കോപ്രായത്തരം കാണിക്കാം. പക്ഷേ ഈശ്വരനെന്നുള്ള ശക്തിയുണ്ട്. നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലം ഈശ്വരൻ തന്നുകൊണ്ടിരിക്കും. അത് യാതൊരു കുഴപ്പമില്ല. സോ ഒരിക്കലും തെറ്റുകളിലേക്ക് വഴുതാതിരിക്കുക. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കൂട്ടുകാരന്മാരായിട്ടുള്ള ഈ കഴിയുന്ന നിങ്ങൾക്ക് അതില്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഓരോ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തനം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ റെഗുലറായിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ്. ഈ കേരള ടു ഫ്രീക്വൻറ്റ് യാത്ര ചെയ്യുമ്പോൾ ഞാനിതെല്ലാം കാണുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടുണ്ട്. ഒന്നും പറയാൻ പറ്റിയില്ല. വളരെ മോശമായ രീതിയിലാണ് ഈ കുട്ടികളുടെ നടത്തവും ഇതൊക്കെ. ഞാൻ എല്ലാവരും കുറ്റം പറയുന്ന കഷ്ടിച്ച ഒരു 25 പിള്ളേരുണ്ട് മര്യാദയായിട്ട്. അവർ സൗമ്യമായിട്ട് അവർ പോകണം, വരുന്നു, അവരുടെ പഠിത്തം കഴിയുന്നു, അവർ സക്സസ് ആകുന്നു. ഇത് എല്ലാ കുട്ടികളിലും ഈ ഒരു ചിന്താഗതി ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഞാൻ തെറ്റുകൾ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം
ഒരു നിബന്ധനകൾ വയ്ക്കുക. ആര് എത്ര ഫ്രണ്ട്ഷിപ്പായിട്ട് വന്നാലും, ഏത് സുന്ദരനായിരുന്നാലും ഏത് സുന്ദരിയായിരുന്നാലും ആരും നിങ്ങളുടെ ലക്ഷ്മണ രേഖയിലോട്ട് അതിക്രമിച്ച് കടന്ന് എന്ത് തോന്നിയാസതരം കാണിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക. അത് നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യമാണ്. ഒരിക്കലും പേരൻസിൻ്റെ ശാപവും കുടുംബത്തിൻ്റെ ശാപവും നിങ്ങൾ ആരും ഏറ്റുവാങ്ങരുത്. അവരുടെ അനുഗ്രഹങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്. നിങ്ങൾ എവിടെ പോയാലും യു വിൽ ഗെറ്റ് സക്സസ്. ഈ ഒരു അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അറിയിക്കുക. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കൂടെ. താങ്ക് യു.